പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ഇന്ന് നമുക്ക് അല്പം മാത്സ് പഠിക്കാം. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫിസിക്സിലെ ഫോർമുലകൾ മനസ്സിലാവണമെങ്കിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു മാത്സ് അധ്യായമുണ്ട്. ഏതാണെന്നറിയുന്നു നമുക്ക്? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പ്രപ്പോർഷൻ, ആനുപാതികം. അപ്പോൾ ആനുപാതികം എന്ന വിഷയത്തെക്കുറിച്ച്, എന്ന അധ്യായത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് ആണ് ഫിസിക്സിലെ എല്ലാ ഫോർമുലയുടെയും മാതാവ് എന്ന് വിളിക്കുക. കാരണം ഈ ഫോർമുല പഠിച്ചാൽ ഫിസിക്സിലെ 90-95% ഫോർമുലകളും നമുക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിയും. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ശരിക്ക് അറിഞ്ഞു പഠിക്കാൻ കഴിയും. നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാനായിട്ട് കാണാപാഠം പഠിച്ചിട്ട് എഴുതി വെച്ച് പോരല്ല. പകരം ഒരു എൻജിനീയർ ആയാൽ നിങ്ങൾക്ക് എങ്ങനെ ആ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശരിക്ക് ചെയ്തു കൊടുക്കാം. ഒരു എൻജിനീയർ ആകുമ്പോൾ എന്ത് വേണം? ബിൽഡിങ്ങിന് ഉറപ്പ് വേണം. അതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വിടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കണക്കാക്കുമ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അത് ഓരോന്നിൻ്റെ സ്ട്രെങ്ത് കണക്കാക്കുക. അതുപോലെ എത്ര കട്ടിയുള്ള ബീം വേണം, എത്ര ലോഡ് താങ്ങുന്ന ബീം വേണം, അല്ലെങ്കിൽ എല്ലാ ഒരു ബീമിന് എത്ര ലോഡ് താങ്ങാൻ പറ്റും, 2 നില പണിയാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ആൾക്കാർ താമസിക്കാൻ പറ്റും, എത്ര ആൾക്കാർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഈ ഫിസിക്സിലെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റണം. എന്നാലേ ഒരു എൻജിനീയർ ആവുള്ളൂ. അതിന് ഈ ഫോർമുല നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശരിക്കും മനസ്സിലാകണം. ബൈ ഹാർട്ട് പഠിച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്ലൈ ചെയ്യാൻ തരത്തിൽ ശരിക്കും മനസ്സിലാക്കി പഠിക്കുന്നതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഗണിത വിഭാഗമാണ് പ്രപ്പോർഷൻ അഥവാ ആനുപാതികം. അതിൽ എന്താണ് പ്രപ്പോർഷൻ? അതിലൊരു കോൺസ്റ്റന്റ് വരും. എന്താണ് ആ കോൺസ്റ്റന്റ്? അത് ഭൂരിഭാഗം പേർക്ക് അറിയില്ല. അതറിയാത്തത് കൊണ്ടാണ് ഫിസിക്സ് പലർക്കും ഒരു ബാലികേറയമായി തോന്നുന്നത്. അതിനാൽ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ആനുപാതികം? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ, നിങ്ങൾ കയ്യിൽ നോക്കും, എന്താണ് ഒരു ആപ്പിൾ. ഞാൻ ഈ കടയിൽ വെച്ചും ഇതിന് 12 റുപ്യ എന്നാണ് പറഞ്ഞ ഒരു ആപ്പിളിന്. ഒരു ആപ്പിളിൻ്റെ വില എന്താണ്? 12 റുപ്യ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റാണ് അപ്പോൾ ഞാൻ എന്താണ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വില. അതാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അതിന് ഒരെണ്ണത്തെ പറയുന്നത് എപ്പോഴും യൂണിറ്റ്. എന്തിനാണ് എപ്പോഴും നമ്മൾ റേറ്റ് ചോദിക്കുന്നത്? ഒരെണ്ണത്തിൻ്റെ വില അറിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണത്തിൻ്റെ വേണമെങ്കിൽ കണക്കാക്കിയെടുക്കാം. ഇതിന് 12 റുപ്യ എന്ന് പറയുമ്പോൾ ഞാൻ 2 എണ്ണം മേടിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് എത്ര കൊടുക്കണം എന്ന് പറയും? 24. ഇനി ഞാൻ 3 എണ്ണം മേടിക്കുകയാണെങ്കിൽ എത്ര കൊടുക്കണം നിങ്ങൾക്ക് പറയാൻ പറ്റും? 12 × 3 ഇരട്ടിയാണ്. 3 ഇരട്ടി പൈസ കൊടുക്കണം. 4 എണ്ണം മേടിക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വില 12 ആണെങ്കിൽ 4 ഇരട്ടിക്ക് 4 12 കൊടുക്കുക വേണം. അപ്പോൾ റേറ്റ് അറിഞ്ഞാൽ, റേറ്റ് വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ വില അറിഞ്ഞാൽ എന്താ ഗുണം? ഒരെണ്ണത്തിൻ്റെ, 2 എണ്ണത്തിൻ്റെ, 100 എണ്ണത്തിൻ്റെ, 1000-ൻ്റെ, കൂടിയ എണ്ണത്തിൻ്റെ ഏതിൻ്റെ വില കണ്ടുപിടിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? റേറ്റ് അറിഞ്ഞിരിക്കണം. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? ഒരെണ്ണത്തിൻ്റെ വില. ഒരെണ്ണത്തെ പറയുന്ന പേരെന്താണ്? യൂണിറ്റ്. അപ്പോൾ യൂണിറ്റിൻ്റെ വില അറിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണത്തിന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. യൂണിറ്റിൻ്റെ വിലയെ പറയുന്ന മറ്റൊരു പേരാണ് റേറ്റ്. ഇപ്പം ഏതിൻ്റെ വിലയിൽ ഇപ്പോൾ ഒരു പേന ഞാൻ വാങ്ങിച്ചു, കണ്ട ഇതിൽ 5 പേന എൻ്റെ ഈ ബോക്സിലുണ്ട്. കണ്ട 5 പേന ഈ ബോക്സിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. ഈ ബോക്സിൻ്റെ ഒരു പേനയ്ക്ക് 25 റുപ്യ. അപ്പോൾ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ പറയും? 25. ഒരെണ്ണത്തിൻ്റെ വില എത്രയാണ്? 25 എങ്കിൽ ആ പേനയുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? 25.
അപ്പൊ റേറ്റ് അറിഞ്ഞ എന്താ ഗുണം? 2 പേന വേണോ നിങ്ങൾക്ക് അതിന്റെ വില കണക്കാക്കി എടുക്കാം. 2/25 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി ഇത് ഞാൻ 10 മേടിക്കണം, നിങ്ങൾക്ക് അതിന് കാൽക്കുലേറ്റ് എടുക്കേണ്ട കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടത്? നിങ്ങളത് ഒരെണ്ണത്തിന്റെ വില 25, 10 എന്തായിരിക്കും? 25ന്റെ 10 മടങ്ങ്. 10 10 പൈസ കൊടുക്കണ്ടേ? അപ്പൊ 25ന്റെ 10 എത്രയാ? 250. 1000 വില നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറയില്ലേ? നിങ്ങൾ എത്ര തന്നെ പറയും? 25ന്റെ 1000 അല്ലേ? ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വില. അപ്പൊ റേറ്റ് എന്ന് പറഞ്ഞു വില മാത്രമല്ല റേറ്റ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പാത്രം ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു കയ്യിലൊരു പാത്രം, അല്ലെങ്കിൽ വേണ്ടത് ഇത് ഒരു ഉറ കണ്ട നിങ്ങൾ, ഇതൊരു ഉറ. ഈ ഉറയിൽ കൊള്ളുന്ന അരി 1 കിലോ എന്നാ വിചാരിക്കുക. ഈ ഉറയിൽ കൊള്ളുന്ന അരി 1 കിലോ. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 കിലോ അരിയുടെ കപ്പാസിറ്റി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു ഉറയുടെ കപ്പാസിറ്റി എത്രയാ? 1 കിലോ. അപ്പൊ അത് റേറ്റ് ആണ്. ഒരു ഉറയുടെ കപ്പാസിറ്റി. അപ്പൊ നിങ്ങൾക്കറിയാം, 100 ഉറ എടുത്താൽ എത്ര കിലോ അരി കൊള്ളുന്നറിയാം? ഒരു ഉറയിൽ 1 കിലോ ആണെങ്കിൽ 100 ഉറയിൽ 100 കിലോ. 1000 ഉറയിൽ 1000, അതിൻ്റെ 1000 ഇരട്ടി അല്ലേ? അപ്പൊ എപ്പോഴും ഒന്നിൻ്റെ അളവ് പറഞ്ഞാൽ 2ൻ്റെയും അതിന് 3 ഇരട്ടിയിടോ 4 ഇരട്ടിയിടോ 1000 ഇരട്ടി 1 കോടി ഇരട്ടിയിടുന്ന കണക്കാക്കി എടുക്കാം. എപ്പോഴും നമ്മളതുകൊണ്ട് ഒന്നിൻ്റെ വില, ഒന്നിൻ്റെ അളവ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് കണക്കാക്കിയെടുക്കാം? ഈ ഏത് വിലയും കണക്കാക്കിയെടുക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ലിറ്റർ മെർക്കുറിയുടെ ഭാരം 13.7 കിലോഗ്രാം ആണെന്ന് വയ്ക്കുക. അപ്പൊ റേറ്റ് ആണത്. എന്താണ്? 1 ലിറ്റർ കണ്ട, ഒരു അളവാണത്. 1 ലിറ്റർ അല്ലേ? ഒരു അളവ്, 1 ലിറ്റർ എന്ന ഒരു അളവിൻ്റെ ഭാരം 13.7 കിലോ ആണ് വിചാരിക്കുക. മെർക്കുറി എന്ന ദ്രാവകം 1 കിലോ 1 ലിറ്റർ എടുത്താൽ അതിന്റെ ഭാരം എത്രയാ? 13.7 കിലോ. എങ്കിൽ നമ്മൾ എന്തു പറയും അതിനെ? 1 ലിറ്ററിന്റെ ഭാരം. അപ്പൊ അത് റേറ്റ് ആണ്. അപ്പൊ നമുക്ക് 2 ലിറ്ററിന്റെ ഭാരം ചോദിച്ചറിയാം. 13.7 × 2 ഇരട്ടി. ഇനി 3 ലിറ്ററിന്റെ ചോദിച്ചാൽ നമുക്ക് കണക്കൂട്ടിയെടുക്കാം. 1 ലിറ്ററിന്റെ ഭാരം 13.7 ആണെങ്കിൽ 3 ലിറ്ററിന്റെ അതിന്റെ 3 ഇരട്ടി. ഇപ്പൊ 100 ലിറ്ററിന്റെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയില്ലേ? 13.7 × 100. ഇനി 1000 ലിറ്ററിന്റെ ചോദിച്ചാലും നിങ്ങൾ പറയില്ലേ? മെർക്കുറിയുടെ ഭാരം എത്ര? 13.1000. 5000 ലിറ്ററിന്റെ മെർക്കുറിയുടെ വില ഭാരം ചോദിച്ചാൽ നിങ്ങൾ പറയില്ലേ? എത്ര? 13.7 × 5000 6000 6000 ഏതും കണ്ടുപിടിക്കുക. എപ്പോഴും അതുകൊണ്ട് ഫിസിക്സിലും ഒക്കെ അളവ് മൊത്തം അളവ് കണ്ടുപിടിക്കുന്ന ഏതിനും എളുപ്പത്തിൽ നമ്മൾ എന്തിലാക്കി വയ്ക്കുക? റേറ്റ് അറിഞ്ഞു വയ്ക്കുക. ഇപ്പൊ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ റേറ്റ് വിലയെന്ന് അറിഞ്ഞു വയ്ക്കുക. ഇതിൽ ചിലപ്പം ഭാരമായിരുന്നു അറിഞ്ഞു വയ്ക്കുക. അങ്ങനെ ഓരോന്നും അറിഞ്ഞു വയ്ക്കുക. ഇതിനെയാണ് റേറ്റ് എന്ന് പറയാ. ഒന്നിൻ്റെ വിലയോ ഭാരമോ അങ്ങനെ എല്ലാ ഇതുകളും അതിനെ അപ്പൊ റേറ്റ് എന്ന് പറഞ്ഞാൽ വില മാത്രമല്ല എന്ന് നിனைക്കുക. അപ്പൊ വെലോസിറ്റി എന്താ അർത്ഥം? റേറ്റ് ആണ്. എന്താ സാധനം? 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം. അപ്പൊ 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം മനസ്സിലായി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? 2 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമോ 3 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമോ 4 സെക്കൻഡിൽ ദൂരമോ കണ്ടുപിടിക്കുക. അപ്പൊ അതും റേറ്റ് ആണ്. അതുപോലെ ആക്സിലറേഷൻ റേറ്റ് ആണ്. എന്താ ആക്സിലറേഷൻ? 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയിലെ മാറ്റം. അപ്പൊ 2 സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയിലെ മാത്രം കണ്ടുപിടിക്കുക. ഏത് സെക്കൻഡിൽ വെലോസിറ്റി കണ്ടുപിടിക്കുക. ഇതൊക്കെ റേറ്റുകളാണ്. റേറ്റ് എന്ന് വെച്ചാൽ ഒന്നിൽ എത്ര അളവ് വരും. തുകയാണെങ്കിൽ തുക, വിലയാണെങ്കിൽ വില, അതൊക്കെ റേറ്റ്. അപ്പൊ എന്താണ് റേറ്റ് എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? എങ്കിൽ നമുക്ക് തുടർന്ന് പഠിക്കാം. ഇപ്പോൾ നമുക്ക്
ഇതിൻ്റെ വില 12, ഒരെണ്ണത്തിൻ്റെ വില 12 രൂപ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് എത്രയെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? 12 രൂപ എന്ന് പറയും. ഇനി നമുക്ക് പറയാം, അപ്പോൾ ഞാൻ ഒരെണ്ണം ഞാൻ എടുത്തു എങ്കിൽ ഞാൻ മേടിച്ച കടക്കാരന് എത്ര രൂപ കൊടുക്കണം? അത് നമുക്ക് ഒരു ചാർട്ട് ഉണ്ടാക്കാം. നമ്മൾ പ്രൈസ് കൊടുക്കേണ്ട വില പ്രൈസ് എന്നും മേടിച്ചെണ്ണം എൻ എന്നും പറയാം. മേടിച്ചെണ്ണം എണ്ണം 2 കോളായിട്ട് കണക്കാക്കാം നമുക്ക്. ഞാൻ മേടിക്കുന്നത് ആദ്യം ഒരെണ്ണാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട തുക ഇവിടെ എഴുതുണ്ട. കൊടുക്കേണ്ട ₹12 × 1 അല്ലേ കൊടുക്കേണ്ടത്? ഒരെണ്ണം മേടിക്കുമ്പോൾ അല്ലേ? എൻ എന്ന് പറഞ്ഞാൽ മേടിക്കുന്ന എണ്ണം, വാങ്ങുന്ന എണ്ണം. കൊടുക്കേണ്ട പി എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട തുക. അതിന് ഷോർട്ടായിട്ട് എഴുതിയതാണ് എന്ത്? പി. പി കണക്കാക്കണമെങ്കിൽ എന്താണ്? 12 × 1 12 രൂപ അല്ലേ? ശരിയല്ലേ? 12 കൊടുക്കേണ്ട തുക. ഇനി ഞാൻ 2 എണ്ണം വാങ്ങി എന്ന് വിചാരിക്കുക, 2 എണ്ണം വാങ്ങുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എത്ര എണ്ണം കൊടുക്കണം കടക്കാരന്? ₹12 × 2. എങ്ങനെയാണെങ്കിൽ 2 വാങ്ങുകയാണെങ്കിൽ കൊടുക്കേണ്ട തുക കേട്ടോ ₹24 അല്ലേ? അതും മനസ്സിലായി. ഇനി ഞാൻ 3 എണ്ണം മേടിക്കുകയാണെങ്കിൽ ഇനി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. 3 എണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട തുക എത്ര? ₹36 ആയിരിക്കും. അത് 12 × 3 ഒരു കോളം അങ്ങനെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഇതിൻ്റെ 100 എണ്ണം വാങ്ങുകയാണെങ്കിൽ എത്ര കൊടുക്കണം നമ്മൾ? 100 എന്തായിരിക്കും വരിക? ₹12 × എന്തായിരിക്കും? 100. ഇത് സംശയമില്ലല്ലോ. അപ്പോൾ 12,200. ഇതുവരെ സംശയമുണ്ടോ? ഇല്ല. ഇനി ഇത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എണ്ണ വാങ്ങിക്കണമെങ്കിൽ എന്തെന്ന് പറയാൻ നമുക്ക്? ഞാൻ എണ്ണാണ് വാങ്ങി, ഏത് എണ്ണയായാലും ആ എണ്ണ കൊണ്ട് കുടിച്ചാൽ മതി എന്നല്ലേ? എണ്ണം വാങ്ങണമെങ്കിൽ ഏത് സംഖ്യ ആയിക്കോട്ടെ, അത് 1000 2000 എണ്ണാണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? ഞാൻ കൊടുക്കേണ്ടത് പി ആണെങ്കിൽ പി സമയം എന്തായിരിക്കും? ₹12 × n ആയിരിക്കും. ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇതിലും സംശയമില്ല, ഇല്ലല്ലോ. അപ്പോൾ ഇത് മൊത്തം കൊടുക്കേണ്ട തുകയാണ്. പി എന്താണ്? ടോട്ടൽ കൊടുക്കേണ്ട തുക. ഈ 12 എന്താണ്? ഒരെണ്ണത്തിന് കൊടുക്കേണ്ടത്. ഇവ തമ്മിൽ എന്താ ബന്ധം? ഇതും തുകയാണ്, ഇതും രൂപയാണ്, ഇതും രൂപയാണ്. ഇത് മൊത്തം രൂപയും ഇത് ഒരെണ്ണത്തിൻ്റെ രൂപയും. അപ്പോൾ ഇതെന്താണോ ആ സാധനം തന്നെ, ഇത് ടോട്ടലാണെന്ന് മാത്രം. ഇത് ഒരെണ്ണത്തിന് രൂപയായത് കൊണ്ടാണ് ഈ ടോട്ടൽ n എണ്ണത്തിന് n ഇത്രയും രൂപ വരുന്നത്, രൂപ എന്ന് ഉത്തരം വരുന്നത്. മനസ്സിലായ? ഇനി നോക്കുക, ഈ ഉറയിൽ കൊള്ളുന്ന അരി 2 കിലോ. എന്താണ്? 2 കിലോ. ഒരു ഉറയിൽ കൊള്ളുന്ന അരി എത്രയാണെന്ന് വിചാരിക്കുക? 2 കിലോ. അപ്പോൾ നമുക്ക് ഇത് മറ്റൊരു തരത്തിൽ എഴുതാം. ഇതുപോലെ ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ അല്ലെങ്കിൽ എ എന്ന് കൊടുത്താലും മതി, എമൗണ്ട് എന്ന് കൊടുക്കാം. കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ ഞാൻ എ എന്ന് കൊടുക്കാം. എമൗണ്ട് ആകെ അളവ്. അപ്പോൾ ഒരെണ്ണത്തിൽ കൊള്ളുന്ന അളവ് എത്രയാണ്? 2 കിലോ, 2 kg. അപ്പോൾ 2 kg. അപ്പോൾ ഒരു ഉറ മേടിച്ചാൽ ഞാൻ ഉണ്ടാവുന്ന കിലോ. അപ്പോൾ ഇതൊന്ന് നമ്പർ. അപ്പോൾ ഇവിടെ വാങ്ങുന്ന എണ്ണല്ല കേട്ടോ, ഇത് അളവാണ്. അളവ് സമം എ.
അളവ് സമം എ. ഇത് നമ്പർ ഓഫ് പാക്കറ്റ്, ഇത് നമ്പർ ഓഫ് ഇത് എമൗണ്ട് കേട്ടോ. എമൗണ്ട് എ, അത് നമ്പർ ഓഫ് പാക്കറ്റുകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ എ കിട്ടാനും ഇവിടെ എൻ കേട്ടോ. നമ്പർ ഓഫ് പാക്കറ്റ്സിനെ ഞാൻ എൻ ഇട്ടു. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് വിടുകയാണെങ്കിൽ എത്രയായിരിക്കും? 2 kg ആയിരിക്കും ഇല്ലേ? സംശയമുണ്ടോ? ഒരു പാക്കറ്റിൽ കൊള്ളുന്ന 2 കിലോ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് മേടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എത്ര കിലോ ഉണ്ടായിരിക്കും? അരി 2 കിലോ. തെറ്റില്ല. ഞാനൊരു 5 പാക്കറ്റ് മേടിക്കുകയാണെങ്കിലോ എത്ര കിലോ ഉണ്ടായിരിക്കും? 10 kg ഉണ്ടാവോ? ആ ഡൗട്ട് ഉണ്ടായില്ല? ഇല്ല. ഇനി ഞാൻ നോക്കുക, 30 കിലോ മേടിക്കുകയാണെങ്കിൽ, 30 പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 2 kg × 30, 60 kg ഉണ്ടായിരിക്കും അല്ലേ? ഇതും സംശയമില്ലല്ലോ? ഇല്ല. ഇനി ഞാനിത് n പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 2 kg × n ആയിരിക്കില്ലേ? n ആയിരിക്കില്ലേ? സംശയം ഉണ്ടായില്ലേ? ഇല്ല. ഇവിടെയും ഇല്ല. 2k എന്നാലും വരും. അപ്പോൾ 2 കിലോ ആണ് കേട്ടോ. അത് 2 kg. ഇതും ഡൗട്ടില്ല ഇല്ലല്ലോ? ഇല്ല. അതിന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇത് ടോട്ടല് അല്ലേ? ഇത് ഏത് ഉത്തരം വരുന്നത് എന്തായിരിക്കും? കിലോ തന്നെയായിരിക്കും അല്ലേ? ഇത് ടോട്ടല് കിലോ അല്ലേ? ഇത് 60 കിലോ 2 കിലോ, 10 കിലോ 2 കിലോ, ഇത് 2 kg 2 kg അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു സ്ഥിരമായിട്ട് സംഖ്യ അല്ലേ? ഇതോ ടോട്ടല് സംഖ്യ. ഇവ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? ഇത് 10 കിലോ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരെണ്ണത്തിൻ്റെ ഇത് 5 എണ്ണത്തിന് 5 മടങ്ങ് ഉണ്ടാവില്ലേ? അതാണ് അല്ലേ? അപ്പോൾ ഇത് കൂടുന്നതിനനുസരിച്ച് ഇതിൽ n കൂടുന്നതിനനുസരിച്ച് എ കൂടും. ഇത് സ്ഥിരമായി നിൽക്കും അല്ലേ? അപ്പൊ റേറ്റ് സ്ഥിരമാണ്, പക്ഷെ ഇത് കൂടും അല്ലേ? അവനനുസരിച്ച് ടോട്ടലും കൂടും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാൽ നമുക്ക് ഇവരെ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് 1 2 ഇരട്ടിയാകുമ്പോൾ ഇവിടെ 2 ഇരട്ടിയാകുന്നു, ഇത് 3 ഇരട്ടിയായപ്പോൾ ഇത് 3 ഇരട്ടിയായി, ഇത് 100 ഇരട്ടിയായപ്പോൾ 100 ഇരട്ടിയായി, n ഇരട്ടിയായപ്പോൾ ഇത് n ഇരട്ടി അല്ലേ? അപ്പോൾ ഇവിടെ ഇത് സ്ഥിരമായി നിൽക്കുന്നു അല്ലേ? അപ്പോൾ ഇതിൽ പി എന്നുള്ളത് എന്നും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താ? n കൂടുമ്പോൾ പി കൂടും ഇല്ലേ? അപ്പോൾ n എന്നൊരു കാര്യം കൂടുമ്പോൾ പി എന്നൊരു കാര്യം കൂടും. അപ്പോൾ അത് എന്താണ്? പി സമം എല്ലായാലും ഒരു സ്ഥിരസംഖ്യ × n കിട്ടുന്നത് അല്ലേ? അതും നമുക്ക് മനസ്സിലായി. ഈ സ്ഥിരസംഖ്യ ഇതിൽ എന്തിന് തുല്യാണെന്നറിയാം? റേറ്റിന് തുല്യാണെന്നും അറിയാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിലെ പ്രതിഭാസം പി കൂടുമ്പോൾ n കൂടുമെങ്കിൽ കൂടും, ഇത് n കുറയുമ്പോൾ പി കുറയും. ഇങ്ങനെ അല്ല, ഒരേ പാറ്റേണിൽ കൂടും കുറയും ചെയ്യുമെങ്കിൽ നമ്മൾ ഇതിനെ പിയും എന്നും ആനുപാതികം എന്ന് പറയും. എന്താ പറയാ? പിയും എന്നും തമ്മിൽ ആനുപാതികം. പി ഈസ് പ്രൊപ്പോർഷണൽ ടു n. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n എന്ന്. പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n, അഥവാ പി എന്നുള്ളത് n-ന് നേർ അനുപാതത്തിലാണ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം പി കൂടുന്ന അതേ പാറ്റേണിൽ n-ഉം കൂടും, അല്ലെങ്കിൽ n കൂടുന്ന അതേ പാറ്റേണിൽ പിയും കൂടും, n കുറയുന്ന അതേ പാറ്റേണിൽ പിയും കുറയും. ഇത്രയാണ് എൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ പി കൂടുമ്പോൾ n കൂടുമെങ്കിൽ, ഒരേ പാറ്റേണിൽ കൂടുമെങ്കിൽ നമ്മൾ പി ആനുപാതിക എന്ന് പറയും. അതിൻ്റെ ഒരു ചിഹ്നമാണ് ഇത്.
പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എൻ എന്ന് പറഞ്ഞാൽ പി കൂടുമ്പോൾ എൻ കൂടും എന്നാണ് അർത്ഥം. ഒരു ചെറിയ ഒരു സിമ്പലായിട്ട് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു വാചകം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വായിക്കണം? പി കൂടും ആനുപാതികം നേരാനുപാതികം എൻ, പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പി കൂടുന്ന അതേ റേറ്റിൽ അതേ പാറ്റേണിൽ ഇത് 2 മടങ്ങാണെങ്കിൽ എന്നും 2 മടങ്ങാവും. പി എൻ 2 മടങ്ങ് കുറഞ്ഞാൽ പിയും എൻ 2 മടങ്ങ് കുറയും എന്നാണ് അർത്ഥം. ആ സന്ദർഭത്തിലൊക്കെ മാത്രമല്ല ഇതിലൊക്കെ ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു എന്നാ വരിക അല്ലേ? ഓരോ കണക്കിലും ഓരോ സ്ഥിരസംഖ്യ വരിക. അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥിരസംഖ്യ ഉണ്ടായിരിക്കും. അതിനെ കെ എന്നൊരു അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? പി സമം കെ ഇൻറ്റു എൻ എന്നും എഴുതും. പി ഇൻറ്റു ഇതിലെല്ലാത്തിനും ഒരേ പാറ്റേണ വരിക അല്ലേ? പി ഇൻറ്റു കെ ഇൻറ്റു ഒരു അപ്പോൾ ഒരു കണക്കിലെ സ്ഥിരസംഖ്യ കണ്ടുപിടിക്കേണ്ടത് വരും. ഇതിൽ റേറ്റ് ആകുമ്പോൾ അല്ലേ, ഓരോ കടയിൽ ആപ്പ് പഠിക്കുമ്പോൾ ഓരോ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ കൊടുക്കേണ്ട തുക ഓരോ എന്തായിരിക്കും? വ്യത്യസ്ത തുകകളായിരിക്കും. അത് വ്യത്യസ്ത റേറ്റ് ആയിരിക്കും. പക്ഷെ എന്തായാലും ഒരു കടയിൽ നിന്ന് ഒരു റേറ്റിൽ മേടിക്കുമ്പോൾ ആ റേറ്റ് എല്ലാം സ്ഥിരമായി നിൽക്കും. അത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എപ്പോഴൊക്കെ പി സമം കെ എന്ന് കണ്ടാൽ സ്ഥിരസംഖ്യ ഇൻറ്റു എൻ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ പി തമ്മിൽ ഒരു നേർ അനുപാതമായിരിക്കുമെന്ന് പറയാം. അതുകൊണ്ട് ഇങ്ങനെയും എഴുതാം. അപ്പം ഇങ്ങനെ തന്നാൽ ഇങ്ങനെയും എഴുതാം. അതിൽ കെ എന്തായിരിക്കും? ഒരു സ്ഥിരസംഖ്യയായിരിക്കും 1. 2 കി എന്നുള്ളത് നോക്കിയാൽ ഒരു 12 എപ്പോൾ എന്ത് വരുന്നത്? 12 എപ്പോൾ 12 തുല്യമാണ് 1 വരുമ്പോഴത്തെ വിലയുമാണ് അല്ലേ? മനസ്സിലായില്ലേ? പേ എന്നുള്ളത് ഈ എൻ എന്നുള്ളത് 1 വരെ അത് റേറ്റ് ആണ്. 1 വരുമ്പോഴത്തെ വിലയാണ് റേറ്റ് എന്നല്ലേ പറയാ? അപ്പോൾ റേറ്റുമാണ്. അപ്പോൾ പി ഇതിൽ കെ എപ്പോഴും ഒരു റേറ്റ് ആയിരിക്കും. ഇങ്ങനെ എഴുതുന്ന ഏതൊരു സമവാക്യത്തിലും ഇവിടെ ഒരു സ്ഥിരസംഖ്യ ഉണ്ടായിരിക്കും. ആ സ്ഥിരസംഖ്യ ഇതിൻ്റെ ഒരു റേറ്റ് ആയിരിക്കും. അതായത് എൻ വരുമ്പോൾ, അതായത് എൻ വരുമ്പോഴത്തെ പി ആയിരിക്കും എന്നർത്ഥം. ഇനി ഇവിടെ നോക്കുക, ഇതിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. പാക്കറ്റ് കൂടുമ്പോൾ കിലോ കൂടും, കൂടും അല്ലേ? ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ 1 kg, 1 kg 2 kg, അത് ഇത് രണ്ടും ഒന്നായിരിക്കും അല്ലേ? ഇനി നോക്കുക, 5 വരുമ്പോൾ 5 × 2 വരും 10 വരും. ഇതിൽ 30 × 2 60 വരും. അപ്പോൾ എൻ വരുമ്പോൾ n × 2 വരും അല്ലേ? അപ്പോൾ ഇതിലും നമുക്ക് എന്ത് പറയാം? ഇതിൽ എ സമം ഒരു സ്ഥിരസംഖ്യ കെ എന്ന സ്ഥിരസംഖ്യ അല്ലേ? കെ ഇൻറ്റു എൻ എന്ന് പറയും. ഇവിടെ കെ 2 ആണെന്ന് മനസ്സിലാക്കുക. കെ ഇൻറ്റു എൻ എന്ന് പറയാം. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ 2 kg, ഇവിടെ 2 kg, ഇവിടെ 10 kg, 2 kg 60 kg. ഇതും kg, ഇത് kg ആണ്, ഇതും kg കിലോഗ്രാം ആയിരിക്കും. ഇത് കിലോഗ്രാമാണ്, ഇതും കിലോ എന്ന് വെച്ചാൽ എ എന്നുള്ളത് കിലോഗ്രാം ആണ് അല്ലേ? എയുടെ സാധനം തന്നെയാണ് ഇത് വരിക. പക്ഷെ ഇത് 1 വരുമ്പോഴത്തെയാണ് എന്ന് മാത്രം. അപ്പോൾ 1ൻ്റെ അറിഞ്ഞാൽ എന്നോട് എണ്ണെണ്ണത്തിൻ്റെ അറിയാൻ പറ്റില്ലേ? ഇതാണ് ഇത്. അപ്പോൾ ഈ കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ എന്നോട് ഹരിച്ചാലും കെ കിട്ടും, അങ്ങനെയും കെ കിട്ടും ഇല്ലേ? ഇത് 2 തീരാണെങ്കിൽ ഇതിന് A/K=A/N=2 കെ എന്ന് കിട്ടില്ലേ? അങ്ങനെയും കെ കണ്ടുപിടിക്കാം. ഇവിടെ പീനെ എന്നോട് ഹരിച്ചു നോക്കിയാൽ 1200/100 12 എന്ന് കിട്ടില്ലേ? അങ്ങനെയും കെ കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു കണക്ക് തരാം. എഫ് എന്നുള്ളത് എഫ് കൂടുമ്പോൾ എം എ കൂടും, അഥവാ എം എ കൂടുമ്പോൾ എം എ എന്നുള്ള കൂടുമ്പോൾ എഫ് കൂടും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്രൊപ്പോർഷണൽ ടു എം എ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതാമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എഫ് എപ്പോഴും ഒരു സ്ഥിരസംഖ്യ അത് ഈ സ്ഥിരസംഖ്യൻ്റെ എല്ലാം ആയിരിക്കില്ല. ഇവിടെ ഈ കണക്കിൽ 12, ആ കണക്കിൽ 2 ഒക്കെ വരും. എന്തായാലും ഒരു കണക്കിൽ ഒരു സ്ഥിരസംഖ്യ ഉണ്ടാവും ഇൻറ്റു എം എ ആയിരിക്കും എന്ന് എഴുതി. തെറ്റുണ്ടോ? ഇല്ല. ഇതാണ്. അപ്പോൾ കെ എഫ് പ്രൊപ്പോർഷണൽ ടു എം എ ആണെങ്കിൽ
എഫ് ഈക്വൽ ടു കെ എം എ എന്ന് മനസ്സിലായി. ആ എം എ എന്ന് ഈ കെയുടെ വില എഫിൻ്റെ വില തന്നെയായിരിക്കും. എഫ് ഫോഴ്സ് ആണെങ്കിൽ കെയും എന്തായിരിക്കും? ഫോഴ്സ് ആയിരിക്കും. എന്താ പ്രത്യേക ഇതിൻ്റെ എന്തായിരിക്കും? ആ ഫോഴ്സ് എന്തിന് തുല്യമായി? എം എ എന്നുള്ള വില 1 വരുമ്പോഴത്തെ എം എയുടെ വില 1 വരുമ്പോഴത്തെ ഫോഴ്സ് ആയിരിക്കും എന്ത്? കെ. അപ്പോൾ കെയും ഫോഴ്സാണ്, എഫും ഫോഴ്സാണ്. പക്ഷെ ഇത് ടോട്ടൽ ഫോഴ്സ് ആണെങ്കിൽ ഇത് ഒരു അളവ് വരുമ്പോൾ, അത് യൂണിറ്റ് വരുമ്പോഴത്തെ ഫോഴ്സ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രപ്പോർഷൻ എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഫിസിക്സ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇതെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷയോടെ ഇന്നത്തെ ക്ലാസ് ഞാൻ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തായാലും ഇത് നിങ്ങൾ ഉറപ്പിക്കുക. ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് നിങ്ങളുടെ കൈപ്പിടിയിലായി. അതുകൊണ്ട് ഇത് മാത്സ് എന്ന് മാത്രം കണക്കാക്കരുത്, ഇത് നല്ലവണ്ണം കണ്ട് ഉറപ്പിക്കണമെന്ന അഭ്യർത്ഥനയോടെ ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഇനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം. ബൈ. മനസ്സിലായില്ലേ ഇത്? ഓക്കെ. ഒരു മനസ്സിലായി ഞാൻ പാറ്റേൺ മാറ്റിയെടുക്കണം, അത്രയേ ഉള്ളൂ. സീക്വൻസ് ആയി പോകും, ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോകും. ആ സീക്വൻസ് ആയിട്ട് പഠിക്കുന്നു പറഞ്ഞു. ഇനി എനിക്ക് അത് ചെയ്താൽ പിടികിട്ടില്ല. ഇനി നോക്കി നോക്കിയേ നീ, ഇനി അത് ചെയ്ത് നോക്കിയേ. അപ്പോ എം എ എന്ന് മനസ്സിലായി. അപ്പൊ കെ എന്നുള്ളത് എം എ ഒന്ന്. ഇനി നോക്കുക, ഇനി പഠിക്കണില്ലേ? ഇനി നോക്കുക എന്ന് വെച്ചാൽ ഇതിട്ടുക, ഇതിട്ടിട്ട് മറ്റേ ഇടുക.